പത്തനംതിട്ട പുലിയൂർ സ്വദേശി യേശുദാസിന്റെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് ഉള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. എന്നാൽ രാവിലെ തന്നെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് യേശുദാസൻ മരണപ്പെടുന്നത്. ആ മരണത്തിൽ സംശയമുണ്ട് എന്ന ആരോപണവുമായി സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരുമകൾ ലീന കേസ് നൽകുന്നത്. ലീനയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് 2 മക്കളാണ് യേശുദാസിന് ഉണ്ടായിരുന്നത്. ഒരു ആൺമകൻ 2017 മരണപ്പെട്ടു. മറ്റൊരു മകൾ UK-യിലാണ്. മകൾക്കും സമാനമായ പരാതി ഉണ്ടെന്നാണ് മരുമകൾ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചപ്പോൾ നമ്മോട് പറഞ്ഞത്. ഇതിലേറ്റവും പ്രധാനമായി ഈ മരണം നടക്കുന്ന മരണത്തിന് ശേഷം ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയില്ല എന്ന ആരോപണമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നത്. മറ്റൊന്ന്, ഈ സ്വത്ത് തട്ടിയെടുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി സഹോദരൻ, അതായത് മരണപ്പെട്ട യേശുദാസിൻ്റെ സഹോദരൻ ഗബ്രിയേൽ സ്വത്ത് സ്വന്തമാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു എന്ന ആരോപണം കൂടി ഉന്നയിക്കുകയാണ്. അതായത് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണമാണ് ആദ്യഘട്ടം മുതൽ ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. നമ്മോടൊപ്പം ലീന ചേരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായി അല്ലേ? അതെ, പറയാറായിട്ടില്ലല്ലേ? എല്ലാം നിയമപരമായിട്ട് പോട്ടെ. അതെ, റിപ്പോർട്ട് വരട്ടെ, വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ഈ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ എന്താണ് പ്രകടിപ്പിക്കുന്നത്? അവർക്ക് എല്ലാവർക്കും ദുരൂഹതയാണ്. കാരണം ഇത്രയും ഒരു അസ്വാഭാവികതയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പെട്ടെന്നുള്ള മരണം, ഇങ്ങനെ അടക്കം ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടുള്ള വസ്തുവിവരങ്ങൾ എല്ലാം നോക്കുമ്പോൾ ഭയങ്കരമാണ്. ഇനിയിപ്പം ഇതിൻ്റെയൊക്കെ എക്സ്റ്റെൻഡ് എത്രയുണ്ടെന്ന് നമ്മൾ പരിശോധനയിലൂടെ മാത്രമേ അറിയത്തുള്ളൂ. അതായത് വസ്തുവിൻ്റെ വാല്യൂ, ബാങ്ക് ഇടപാടുകൾ, അതൊക്കെ അറിഞ്ഞാലേ അറിയത്തുള്ളൂ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രയാണെന്നുണ്ടെന്ന്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലാണ് സംശയം ഉന്നയിക്കപ്പെടുന്നത്. ഒന്ന്, ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആദ്യഘട്ടത്തിൽ നടത്തിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വീട്ടിൽ ജോലിക്കുണ്ടായിരുന്ന വേലക്കാരി നൽകിയൊരു കേക്ക് അത് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകാൻ കാരണമായോ എന്ന സംശയവും കൂടി മരുമകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു. മറ്റൊന്ന്, ഈ സഹോദരൻ ഗബ്രിയേൽ ഈ മരണത്തിന് 90 ദിവസത്തിനുള്ളിലാണ് ഇത്തരത്തിൽ സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ആ സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന രേഖകൾ എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം സംശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ വൈദ്യപരിശോധന ഫലം പുറത്തു വരുമ്പോഴാകും ഇതിൻ്റെ ദുരൂഹത നീങ്ങുക. എന്തായാലും അത്യന്തം ഗൗരവകരമായ ആരോപണങ്ങളാണ് നിലവിൽ എന്തായാലും മരുമകൾ ഉന്നയിക്കുന്നത്. അതിന്മേലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.